മഹത്വമുണ്ടാകട്ടെ. ധനുവച്ചപുരം ലിവിൻ വേ മിനിസ്റ്ററുടെ ആഭിമുഖ്യത്തിൽ എല്ലാ ഞായറാഴ്ചകളിലും നടന്നു വരുന്ന വർദ്ധിച്ചു വരുന്ന മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരി പദാർത്ഥങ്ങൾക്കും വിരോധമായി അതിൽ നിന്നും എങ്ങനെ മനുഷ്യനെ രക്ഷിച്ചെടുക്കുവാൻ കഴിയുമെന്നുള്ള സന്ദേശവും യേശുക്രിസ്തുവിൻ്റെ തിരുവെഴുത്തുമായിട്ടാണ് ഈ സുവിശേഷ പ്രവർത്തനം വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചിരിക്കുന്നത്. എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചതിരിഞ്ഞ് 3 മണി മുതൽ ഈ സുവിശേഷ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മനോഹരമായ ഓലത്താന്നി പട്ടണത്തിൽ ഈ സമയം നമുക്ക് കടന്നു വന്ന് യേശുക്രിസ്തുവിനെ ഉയർത്തുവാൻ വർദ്ധിച്ചു വരുന്ന ലഹരി പദാർത്ഥങ്ങൾക്ക് വിരോധമായി ദൈവവചനത്തിൽ നിന്നും ശുശ്രൂഷിച്ച് മനുഷ്യജീവിതങ്ങളുടെ കാതുകളിലും ഹൃദയങ്ങളിലും പതിപ്പിക്കുവാൻ ഞങ്ങൾ ഇന്ന് ഈ സമയം ഇവിടെ കടന്നു വന്നിരിക്കുകയാണ്. ഞങ്ങളുടെ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളുടെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഓലത്താന്നിയിലെ എല്ലാ നല്ലവരായ നാട്ടുകാരും, ഇവിടെ വാഹനങ്ങൾ ഓട്ടിക്കുന്ന സഹോദരങ്ങളും, വിവിധ മേഖലകളിൽ ബിസിനസ്സുകൾ ചെയ്യുന്ന സഹോദരങ്ങൾ, വാഹനങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്കെല്ലാം വീണ്ടും വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനത്തെ നന്ദിയെയും അറിയിക്കുകയാണ്. 2025 എന്ന വർഷത്തിൻ്റെ 3-ാമത്തെ മാസത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഇന്ന് ലോകം മുഴുവനും മദ്യത്തിനും മയക്കുമരുന്നിനും വിരോധമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന ഈ കൊച്ചു കേരളം അനേക തലമുറകൾ ഇന്ന് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് അവരുടെ ഭാവി ജീവിതങ്ങൾ തകർത്തുകൊണ്ട് കളയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ്. അനവധി സംവിധാനങ്ങൾ ലോകത്തിൽ നിറവേറ്റുന്നു എങ്കിലും ഇന്ന് വരെ ഈ പ്രവർത്തനത്തിനൊരു വിരാമമിടുവാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിലുള്ള വാർത്തകൾ നമ്മൾ കേട്ടുവാനിടയായത് മലപ്പുറം ജില്ലയിൽ മയക്കുമരുന്നുകൾ ഇഞ്ചക്ഷൻ ചെയ്ത് ഒരേ സൂചി കൊണ്ട് അനേകം പേർ ഇഞ്ചക്ഷൻ ചെയ്ത് അവിടെ എയ്ഡ്സ് രോഗം അതിശക്തമായി ജനത്തിൻ്റെ ഇടയിലേക്ക്, യുവതലമുറകളിലേക്ക് ബാധിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ്. കേരളത്തിൻ്റെ 14 ജില്ലകളിലും മയക്കുമരുന്നിൻ്റെയും ലഹരി പദാർത്ഥങ്ങളുടെയും മാഫിയമാർ, അതിൻ്റെ തലവന്മാർ അതിശക്തമായ നിലയിൽ ഈ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കൊണ്ടിരിക്കുകയാണ്. പെൺകുഞ്ഞുങ്ങളോ ആണോ പെണ്ണോ എന്ന വ്യത്യാസമില്ലാതെ സകലവരും ഈ വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്നിനും ലഹരികൾക്കും അടിമയായി ജീവിതം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഇതിൽ നിന്നും എങ്ങനെ ജനത്തെ മോചിച്ചെടുക്കുവാൻ കഴിയും? സർക്കാർ അതിൻ്റെതായ തലത്തിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവമക്കളായിരിക്കുന്ന ഞങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുവെഴുത്തിലൂടെ, ദൈവിക സന്ദേശത്തിലൂടെ ഈ പാപപ്രവൃത്തിക്ക് വിരോധമായി ഞങ്ങളും ഈ സമയങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അനേക മാതാപിതാക്കൾ കണ്ണുനീരിലും ദുഃഖത്തിലും വേദനയിലും ആയിക്കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. എന്നാൽ ഇന്ന് ഈ സന്ധ്യാവേളയിൽ ഞങ്ങൾ വിളിച്ചു പറയുന്നു, ഈ പാപത്തിൻ്റെ പ്രവൃത്തിയിൽ നിന്നും മനുഷ്യനെ മോചിക്കുവാൻ ദൈവത്തിൻ്റെ വചനത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ദൈവത്തിൻ്റെ വചനം മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്നതാണ്. ദൈവത്തിൻ്റെ വചനം മനുഷ്യനെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുന്നതാണ്. മൃഗതുല്യനായിരിക്കുന്ന മനുഷ്യനെയും നേരായ വഴിയിലൂടെ നടത്താൻ കഴിവുള്ളതാണ് ദൈവത്തിൻ്റെ വചനമെന്ന് പറയുന്നത്. ഇന്നേക്ക് 2025 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയുടെ ക്രൂശിൽ മനുഷ്യൻ്റെ പാപപരിഹാരത്തിനായി, മനുഷ്യനെ പാപത്തിൽ നിന്നും രക്ഷിക്കുവാൻ, മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുവാൻ
സ്വർഗത്തിലെ സകല മഹിമയും വിട്ട് ഈ താണഭൂമിയിൽ ഇറങ്ങി വന്ന മനുഷ്യനെ മനുഷ്യനായി കാണുവാൻ സ്വന്തം ജീവനെ കൊടുത്ത കർത്താവായ യേശു ക്രിസ്തുവിൽ മാത്രമേ ഏതൊരു മനുഷ്യനും രക്ഷയുള്ളൂ എന്ന് ഞങ്ങൾ ഈ അവസരം ദൈവസന്നിധിയിൽ പ്രഖ്യാപിക്കുകയാണ്. അല്പസമയം ദൈവവചനത്തിൽ നിന്നും നിങ്ങളുടെ ചിന്തിക്കുവാനുള്ള ചിന്തയിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. അതിനായി വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും എബ്രായ ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം ദൈവസന്നിധിയിൽ വായിക്കുന്നു. ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങൾ ചുമന്ന് ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. അനുഗ്രഹമേറിയ ഒരു നല്ല തിരുവെഴുത്താണ് ഈ സമയം ഞങ്ങൾ വായിച്ചത്. വായിച്ചു കേട്ട തിരുവചനം ധന്യനായ പൗലോസ് എഴുതപ്പെട്ടിരിക്കുന്ന ഒരു തിരുവെഴുത്താണ്. അവിടെ 2 കാര്യങ്ങളാണ് പറയുന്നത്. ക്രിസ്തുവും അങ്ങനെ തന്നെ ഒരിക്കൽ അനേകരുടെ പാപങ്ങളെ ചുമന്ന് പാപങ്ങൾക്ക് പരിഹാരമായി ക്രൂശിൽ അർപ്പിക്കപ്പെട്ടു. എന്നാൽ തൻ്റെ ക്രൂശിലെ മരണത്തെ വിശ്വസിച്ച് യേശുവിനെ സ്വീകരിച്ച് ദൈവീയ കൽപ്പനകൾ അനുസരിച്ച് നിൽക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ ചേർക്കുവാൻ അവൻ പാപം കൂടാതെ വീണ്ടും പ്രത്യക്ഷനാകും. കർത്താവായ യേശുക്രിസ്തു മനുഷ്യവർഗത്തിൻ്റെ പാപത്തിനു വേണ്ടി ഒരിക്കൽ ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചു. ദൈവത്തിൻ്റെ സ്വരൂപത്തിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും ദൈവമുണ്ടാക്കിയ മനുഷ്യൻ ഏദം തോട്ടത്തിനകത്ത് പാപം ചെയ്ത് ദൈവത്തോടുള്ള കൽപ്പന ലംഘിച്ച് അകന്നുപോയപ്പോൾ ആ മനുഷ്യൻ മുഖാന്തരം ഭൂമിയിൽ ശാപവും, മനുഷ്യൻ്റെ മേൽ ശാപവും ഭൂമിയിലും ശാപവും വന്നപ്പോൾ ആ ശാപത്തിന് പരിഹാരമായി ഭൂമിയുടെ ശാപം മാറ്റാൻ, മനുഷ്യൻ്റെ ശാപം മാറ്റാൻ യഹോവയായ ദൈവം അല്ലെങ്കിൽ പിതാവായ ദൈവം അനേക വ്യക്തികളെ ഈ ലോകത്തിൽ എഴുന്നേൽപ്പിക്കുവാനിടയായി. വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ നോഹയെ എഴുന്നേൽപ്പിച്ചു, മോശയെ എഴുന്നേൽപ്പിച്ചു, അബ്രഹാമിനെ എഴുന്നേൽപ്പിച്ചു, അനവധി ആളുകളെ എഴുന്നേൽപ്പിച്ചെങ്കിലും ആർക്കും ഈ പാപത്തിൻ്റെ വഴിയിൽ നിന്നും മനുഷ്യനെ വീണ്ടെടുക്കുവാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. മനുഷ്യനെ എഴുന്നേൽപ്പിച്ച മനുഷ്യരെല്ലാം ഈ കാര്യത്തിൽ പരാജയപ്പെട്ടപ്പോൾ പിതാവായ ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ വേഷത്തിൽ മനുഷ്യനായി ദാസരൂപമെടുപ്പിച്ച് ഈ ഭൂമിയിലേക്ക് അയക്കപ്പെട്ടു. പിതാവിൻ്റെ കൽപ്പന അനുസരിച്ച് കർത്താവായ യേശുക്രിസ്തു മനുഷ്യൻ്റെ പാപവർഗത്തിനായി സ്വർഗത്തിലെ അധികാരം വിട്ട് ഈ താണഭൂമിയിൽ ഇറങ്ങി വരികയും കന്യക എന്ന മറിയയുടെ ഉദരത്തിനകത്ത് പരിശുദ്ധാത്മാവിനാൽ ജനിക്കപ്പെട്ട് ഈ ഭൂമിയിൽ ജനിക്കുവാൻ ഇടയായി. ഈ ഭൂമിയിൽ ജനിച്ച കർത്താവ് 30-ാമത്തെ വയസ്സിൽ സ്നാപക യോഹന്നാൻ എന്ന ദൈവഭക്തന്റെ കൈക്കീഴിൽ സ്നാനമേറ്റ് 40 ദിവസത്തെ ഉപവാസത്തിനു ശേഷം പിതാവായ ദൈവത്തിൻ്റെ കൽപ്പന എന്ന കർത്തവ്യം നിവർത്തിക്കുവാൻ ലോകത്തിൽ പുറപ്പെട്ടു. 3.5 വർഷം കൊണ്ട് കർത്താവായ യേശുക്രിസ്തു തൻ്റെ കൽപ്പനകൾ ഈ ലോകത്തിൽ നിവർത്തീകരിക്കുവാനിടയായി. അനേക ശിഷ്യന്മാരെ വാർത്തെടുത്ത് കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശുശ്രൂഷ പൂർത്തീകരിച്ച് മാനവരാശിയുടെ പാപപരിഹാരത്തിനായി കാൽവരിയുടെ ക്രൂശിൽ മരിക്കപ്പെട്ടിരിക്കുക കാര്യം സത്യമാണ്. ഇത് ഞങ്ങൾ മാത്രം പറയുന്ന സത്യമല്ല. വിശുദ്ധ ബൈബിൾ വ്യക്തമായി പറയുന്നു. വീടുകൾ തൂക്കിയിരിക്കുന്ന കലണ്ടറുകൾ അത് വ്യക്തമായി വെളിപ്പെടുത്തുന്നു. കർത്താവായ യേശു ഇങ്ങനെ ലോകത്തിൽ ജനിച്ചെന്നും ആ കർത്താവ് മരിച്ചു എന്നും 3-ാം നാൾ ഉയർത്തെണീറ്റു എന്നും ബൈബിൾ മാത്രമല്ല, നമ്മുടെ വീടുകൾ തൂക്കിയിരിക്കുന്ന കലണ്ടർ അത് സത്യത്തോടെ രേഖ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അങ്ങനെ കർത്താവായ യേശുക്രിസ്തു ലോകത്തിൽ ജനിക്കുകയും മനുഷ്യൻ്റെ പാപവർഗത്തിനായി, പാപത്തിൻ്റെ പരിഹാരത്തിനായി കാൽവരിയുടെ ക്രൂശിൽ ഒരു വ്യക്തിയും ഏറ്റെടുക്കാൻ കഴിയാത്ത തരത്തിൽ
ക്രൂരമായ നിലയിൽ കർത്താവ് മരിക്കപ്പെട്ടതായ സത്യം ഇന്ന് ലോകം വെളിപ്പെടുത്തുകയാണ്. ആ കർത്താവായ യേശുക്രിസ്തു ഇങ്ങനെ പാപം കൂടാതെ ഈ ലോകത്തിൽ കടന്നു വന്നു പാപിയായി നമുക്ക് വേണ്ടി യേശുക്രിസ്തു മരിക്കുവാനിടയായി. എന്നാൽ ആ യേശുക്രിസ്തു രണ്ടാമതും പ്രത്യക്ഷനാകാൻ പോകുകയാണ്. വിശുദ്ധ വേദപുസ്തകം മാത്രമല്ല, ഈ ലോകം, സാഹിത്യ ലോകങ്ങൾ, ചരിത്ര ലോകങ്ങൾ കാത്തിരിക്കുന്നത് ദൈവത്തിൻ്റെ ഇനി നിറവേറേണ്ട പ്രവചനമാണ്. ബൈബിൾ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രവചനങ്ങളും ഇന്ന് ലോകത്തിൽ നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. മാറ്റമില്ലാത്ത തലത്തിൽ ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ, മാറാരോഗങ്ങൾ, പകർച്ചവ്യാധികൾ, അങ്ങനെ തുടങ്ങിയ അനവധി പ്രതികൂലങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനം ലോകത്തിൽ നിറവേറിക്കൊണ്ടിരിക്കുന്നു. ഇനി പകൽക്കാലം ദൈവത്തിൻ്റെ ബൈബിൾ അടിസ്ഥാനത്തിൽ നിറവേറേണ്ട ഏക ഒരു കാര്യം യേശുക്രിസ്തുവിൻ്റെ വരവാണ്. അതും താമസമിന വേഗത്തിൽ സംഭവിപ്പാൻ ഇടയാകുന്നു എന്ന് വിശുദ്ധ വേദപുസ്തകത്തിലൂടെ ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയുകയാണ്. ചരിത്ര ലോകങ്ങൾ, ഈ ലോകത്തിലുള്ള ഉന്നത വ്യക്തികൾ, ചരിത്രകാരന്മാർ, അവരെല്ലാം വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് യേശുവിൻ്റെ വരവ് എപ്പോൾ നടക്കുമെന്നാണ്. എന്നാൽ വിശുദ്ധ ബൈബിൾ ആഴമായി പറയുന്നു, യേശുവിൻ്റെ വരവിന് മുമ്പേ അനേക സംഭവങ്ങളും അനേക മാറ്റങ്ങളും ഈ ലോകത്തിൽ നടക്കപ്പെടും. ഇത് നടക്കപ്പെടുമ്പോഴൊക്കെയും നിങ്ങൾ ഓർത്തുകൊള്ളണം, യേശുവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ, അതുപോലെ തന്നെ പകർച്ചവ്യാധികൾ, മനുഷ്യനല്ലാതെ തീരുന്ന അനുഭവങ്ങൾ, ഇങ്ങനെയുള്ള അനുഷ്ഠ സംഭവങ്ങൾ ലോകത്തിൽ പെരുകുമ്പോൾ ദൈവത്തിൻ്റെ ജനമേ തിരിച്ചറിയണം, കർത്താവിൻ്റെ വാഗ്ദത്തം ഈ ഭൂമിയിൽ നിറവേറുവാൻ സമയമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ഈ ഓലത്താണ്ടി പട്ടണത്തോട് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നത്, ഏതൊരു മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമാണ്. ഏതൊരു മനുഷ്യൻ്റെ ജീവിതം 70 ഏറെയായാൽ 80, പിന്നെയുള്ള ജീവിതമോ കഷ്ടവും ദുഃഖവും നിരാശയും നിറഞ്ഞതാണ്. ദൈവം തന്നിരിക്കുന്ന ഈ ആയുസ്സിനകത്ത് നിനക്ക് എങ്ങനെയെങ്കിലും ജീവിച്ച് തീർക്കാനുള്ളതല്ല ഈ ആയുസ്. ഈ ആയുസ് ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച്, ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിച്ച് ദൈവീയ ഇഷ്ടം ചെയ്ത് നിന്റെ ആയുസ് പൂർത്തീകരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതല്ല, ദൈവത്തിൻ്റെ വാക്കുകളെ കേൾക്കാതെ, ദൈവീയ പ്രമാണങ്ങൾ അനുസരിക്കാതെ മനുഷ്യ നീ ജീവിച്ചാൽ നിനക്കൊരു ന്യായവിധിയുണ്ട് എന്ന് വിശുദ്ധ ബൈബിൾ ആഴമായി പറയുന്നു. ഈ ലോകത്തിൽ ഒരു ഇന്ത്യ എന്ന മഹാരാജ്യത്തിൽ ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടന നിലനിർത്തിക്കൊണ്ടാണ് ഇന്ന് ലോകത്തിലുള്ള ഓരോ നിയമ സംവിധാനങ്ങളും മുന്നോട്ട് പോകുന്നത്. അങ്ങ് സുപ്രീം കോടതി മുതൽ ഇങ്ങ് താഴെ ജില്ലാ കോടതി വരെയുള്ള സകല കോടതികളും സർക്കാരുകളും നിയമങ്ങളും അല്ലെങ്കിൽ പോലീസ് അധികാരികളൊക്കെയും ഇന്ന് നിയമം നടപ്പിലാക്കുന്നത് ഇന്ത്യയുടെ ഭരണഘടന അടിസ്ഥാനത്തിലാണ്. ഇന്ത്യ മഹാരാജ്യത്തിൽ താമസിക്കുന്ന എല്ലാ വ്യക്തികളും ഇന്ത്യയുടെ ഭരണഘടന അനുസരിക്കേണ്ടത് അത് അപകാമേ സത്യമായിട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ ദൈവം സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് ദൈവത്തിൻ്റെ ഭരണ സംവിധാനമായ ഭരണകൂടമായ സത്യവേദ പുസ്തകം അനുസരിക്കേണ്ടതുണ്ട്. ഇന്ത്യയുടെ നിയമം അനുസരിക്കാതെ നിന്റെ ഇഷ്ടത്തിൽ എന്തെങ്കിലും ചെയ്താൽ അതിനൊരു ശിക്ഷ ഈ ഭൂമിയിൽ ഉള്ളതുപോലെ ദൈവത്തിൻ്റെ ഭരണകൂടമായിരിക്കുന്ന ഈ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തെ നീ മനസ്സിലാക്കാതെ നിന്റെ ഇഷ്ടപ്രകാരം ജീവിച്ചാൽ നിനക്കൊരു ന്യായവിധിയുണ്ട് എന്ന് വിശുദ്ധ ബൈബിൾ ആഴമായി പറയുന്നു. ഈ ന്യായവിധിക്കകത്ത് നീ അകപ്പെടാതിരിക്കണമെങ്കിൽ ഭൂമിയിൽ വെച്ച് തന്നെ നിന്നെ അമ്മയുടെ ഉദരത്തിനകത്ത് ഉളവാക്കിയ
സർവശക്തനായ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ചു കൊള്ളണം. വിശുദ്ധ ബൈബിളിൽ സഭാപ്രസംഗി എന്ന ഒരു പുസ്തകമുണ്ട്. ശലോമൻ എന്ന് പറയുന്ന ഒരു ദൈവമനുഷ്യൻ എഴുതപ്പെട്ടിരിക്കുന്ന ലേഖനമാണ്. ഇസ്രായേലിൻ്റെ മൂന്നാമത്തെ രാജാവായി നിയമിക്കപ്പെട്ട ശലോമൻ എന്ന് പറയുന്ന ആ രാജാവ് ഉത്തമഗീത സഭാപ്രസംഗി എന്ന പുസ്തകത്തിനകത്ത് അതിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങൾ പറയുന്നത്, എല്ലാത്തിൻ്റെയും സാരം കേൾക്കാം, എല്ലാ മനുഷ്യരും ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ അനുസരിച്ചു കൊള്ളുക, അതാകുന്നു ഏതൊരു മനുഷ്യനും വേണ്ടത്. മനുഷ്യൻ ചെയ്യുന്ന രഹസ്യങ്ങളും മനുഷ്യൻ ചെയ്യുന്ന സകല പാപങ്ങൾക്കും അവൻ ന്യായവിസ്താരത്തിൻ്റെ അകത്ത് കൊണ്ടുവന്ന് ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് ആ വാക്യത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ഓലത്താന്നി പ്രദേശക്കാരെ, ഞങ്ങൾ എന്തുകൊണ്ടാണ് ഈ സന്ദേശം ഇങ്ങനെ തെരുവുകളിൽ നിന്നും വിളിച്ചു പറയുന്നത്? ഒരു കാലഘട്ടം നമ്മുടെ ജീവിതങ്ങളിൽ പരിശോധിച്ചാൽ ഈ ലോകത്തിൻ്റെ പാപത്തിൻ്റെ പ്രവൃത്തികളിൽ ജീവിച്ചവരായിരുന്നു ഞങ്ങൾ ഓരോരുത്തരും. ഈ ലോകത്തെ കീഴ്മേൽ മറിക്കാമെന്ന് ചിന്തിച്ചവരായിരുന്നു ഞങ്ങൾ. ഈ ലോകത്തിലെ എല്ലാം നമുക്ക് തന്നെ കീഴടക്കാമെന്ന് ചിന്തിച്ചവരായിരുന്നു ഞങ്ങൾ. എന്നാൽ ആ ചിന്തകളെല്ലാം വ്യർത്ഥമെന്ന് മനസ്സിലായത് വിശുദ്ധ ബൈബിളിൻ്റെ സത്യം നമ്മുടെ ഉള്ളിൽ പ്രവേശിച്ചപ്പോഴാണ്. അതുവരെയും ലോകത്തിൻ്റെ ഇരുട്ട് മൂടിക്കിടന്നതുകൊണ്ട് ക്രിസ്തു എന്ന വെളിച്ചത്തിൻ്റെ സ്നേഹം തിരിച്ചറിയാതെ പോയി. മദ്യത്തിനും ലഹരികൾക്കും ഈ ലോകത്തിൻ്റെ എല്ലാ പാപത്തിൻ്റെ പ്രവൃത്തികൾക്കും മുൻപന്തിയിൽ നിന്ന ഞങ്ങളെ ഇങ്ങനെയുള്ള ദൈവവചന പ്രസംഗമാണ് നമ്മെ രൂപാന്തരപ്പെടുത്തിയത്. ഇന്നേക്ക് ചിന്തിച്ചാൽ 1999 ആരംഭകാലം മുതൽ ഈ തിരുവത്തിൻ്റെ വചനം എന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുവാനിടയായി. ഇന്ന് പകൽക്കാലം ഈ ദൈവവചനം പ്രസംഗിക്കുമ്പോഴും നമുക്കൊരു സന്തോഷമുണ്ട്. ഒരു കാലത്തിൽ ഈ ലോകത്തിൻ്റെ പാപത്തിൻ്റെ അനുരൂപന്മാരായി ജീവിച്ചു എങ്കിലും ഞങ്ങൾക്ക് ആ പാപത്തിൻ്റെ വഴി വിട്ട് മാറി സത്യവചനത്തെ മനസ്സിലാക്കുവാൻ സർവശക്തനായ ദൈവം നമുക്ക് തന്ന കൃപയാണ് ഇന്ന് ഞങ്ങളും നിങ്ങളോട് വെളിപ്പെടുത്തുന്നത്. നിന്റെ ഏത് പാപം, നിന്റെ പാപം എത്ര കടും ചുവപ്പാണെങ്കിലും അത് ഹിമം പോലെ വെളുപ്പിക്കാൻ ദൈവം ശക്തനാണ്. നിനക്ക് വേണ്ടിയാണ് യേശു കർത്താവ് മരിച്ചത്. ജാതിയില്ല, മതമില്ല, വർണ്ണമില്ല, നിന്റെ വിദ്യാഭ്യാസം ഇല്ല, എല്ലാം കർത്താവ് നിനക്ക് വേണ്ടി കാൽവരിയിൽ മരിച്ചിരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന സഹോദര, നീ പാപജീവിതത്തിലൂടെ പോകുവാനും വേണ്ടിയല്ല കർത്താവ് മരിച്ചത്. നിന്റെ പാപം വിട്ട്, നിന്റെ അനീതി വിട്ട് ദൈവത്തെങ്കിലേക്ക് തിരിയുവാനാണ് യേശു കാൽവരിയിൽ നിനക്ക് വേണ്ടി മരിച്ചത്. ഇന്ന് നിന്റെ പാപം എത്ര കടും ചുവപ്പാണെങ്കിലും ആ യേശുവിൻ്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് നീ കരയുവാൻ തയ്യാറായാൽ നിന്റെ പാപത്തെ ഹിമം പോലെ വെളുപ്പിച്ച് നിന്നെ ശക്തീകരിക്കുവാൻ, ദൈവമകനാക്കി തീർക്കുവാൻ എൻ്റെ ദൈവം ശക്തിയുള്ളവൻ തന്നെയാണെന്ന് ദൈവനാമത്തിൽ ഉറപ്പിക്കുകയാണ്. ഈ അവസരം പാഴാക്കി കളയരുത്, ഈ അവസരം തള്ളിക്കളയരുത്. മനുഷ്യൻ്റെ ആയുസ്സിന് ഇവിടെ ഗ്യാരണ്ടിയില്ല. മനുഷ്യൻ ഏതു സമയവും മരണത്തിന് അടിമയാകേണ്ടവനാണ്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ നീ ഈ സത്യത്തെ തിരിച്ചറിഞ്ഞ് നീ ജീവിക്കേണ്ട വണ്ണം ജീവിച്ചാൽ നിന്റെ ജീവിതം ക്രിസ്തുവിനോടുകൂടെ ചേരുവാൻ ഇടയായി മാറും. വിശുദ്ധ ബൈബിൾ പറയുന്നത് ദൈവം സ്വർഗം ഒരു നരകവും ഒരുക്കിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ് നരകം ഒരുക്കിയിരിക്കുന്നത്? മനുഷ്യനെ തള്ളിയിടുവാനല്ല നരകമുണ്ടാക്കിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ കൽപ്പന വിട്ടുപോയ ദൈവീയ പ്രമാണത്തിന് വിരോധമായി നിന്ന പിശാചുക്കളെ തള്ളിയിടുവാനാണ് നരകമുണ്ടാക്കിയത്. എങ്കിലും ദൈവീയ കൽപ്പന വിട്ടുമാറിയിരിക്കുന്ന, ദൈവത്തോട് നിന്നും അനുസരണക്കേട് കാണിച്ചിരിക്കുന്ന മനുഷ്യനും അതിൻ്റെ അകത്ത് വീണുപോകുന്നു എന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. അതുകൊണ്ട് ധനൂച്ചവരം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഈ ലിവിൻ വേ മിനിസ്ട്രി വർഷങ്ങൾ കൊണ്ട് ഈ സുവിശേഷ പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്.
എല്ലാ ഞായറാഴ്ചകളിലും ഇതിൻ്റെ പ്രവർത്തകരായിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ ഈ സന്ദേശം ലോകം മുഴുവനും അറിയിച്ചു കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട് അറിയിക്കുന്നത്? നമുക്കുണ്ടായ മാറ്റം, നമുക്കുണ്ടായ മാനസാന്തരം നിങ്ങൾക്കിടെ ഇടയിലും വന്ന് നിങ്ങളുടെ കുടുംബവും സമാധാനമുണ്ടായി തീരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. സമാധാനം ഈ ഭൂമിയിൽ കിട്ടത്തില്ല, ഈ സമാധാനം മറ്റൊരിടത്തും കിട്ടത്തില്ല. സമാധാനം യേശുവിൻ്റെ പക്കൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഓലത്താന്തി നിവാസികളോട്, ഇവിടെ വാഹനത്തിനു വേണ്ടി കാത്തു നിൽക്കുന്നവരോട് ഞങ്ങൾ വിളിച്ചു പറയുന്നു, നിനക്ക് സമാധാനം നൽകുവാൻ, നിന്റെ കുടുംബത്തെ രക്ഷിക്കുവാൻ, നിന്റെ തലമുറയെ രക്ഷിക്കുവാൻ ഇന്ന് കർത്താവായ യേശു ക്രിസ്തു കാൽവരിയിൽ മരിച്ചു. ഇന്ന് നീ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാഗൊണ്ട് ഏറ്റുപറയുകയും നീ ദൈവത്തെ അംഗീകരിക്കുകയും ചെയ്താൽ നിന്റെ ഏത് പാപവും ദൈവം ക്ഷമിച്ച് നിന്നെയും നിന്റെ കുടുംബത്തെയും രക്ഷിക്കുവാൻ എൻ്റെ ദൈവം ശക്തനെന്ന് ദൈവനാമത്തിൽ ഉറപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമമിടുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ ശബ്ദം കേട്ട് ഓലത്താന്തി നിവാസികളെ ഓർത്തു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഈ ദേശത്തെ ദൈവം അനുഗ്രഹിച്ചല്ലോ, ഈ പട്ടണത്തെ അനുഗ്രഹിച്ചല്ലോ. ഈ ശബ്ദം അവിടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരണമേ. ദൈവത്തിൻ്റെ കൃപ കൂടെയിരിക്കും, അത്ഭുതങ്ങൾ ചെയ്യും. എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ചു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ.